കടുത്ത നീക്കം. 2 ഇന്ത്യൻ ടാങ്കുകൾ ഉൾപ്പെടെ തന്നെ 50 കപ്പലുകൾ കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. ഹോർമൂസ് കടലിടുക്ക് തുറക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടയിൽ തന്നെ നിർണായക നീക്കവുമായി ഇറാൻ രംഗത്ത്. നിയമലംഘനം നടത്തിയെന്ന് ആരോപിച്ചുകൊണ്ട് 2 ഇന്ത്യൻ ടാങ്കുകൾ ഉൾപ്പെടെ തന്നെ 50 ചരക്ക് കപ്പലുകളെ ഇറാൻ കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തിയതായിട്ടുള്ള വാർത്തകളാണ് പുറത്തുവരുന്നത്. ഇന്ത്യൻ പതാകയുള്ള ഒരു LNG ടാങ്കും ഒരു എണ്ണ ടാങ്കുമാണ് പട്ടികയിൽ ഉൾപ്പെടുത്തിയതായിട്ടുള്ള വിവരം. ഹോർമൂസ് കടലിടുക്ക് വഴിയുള്ള അന്താരാഷ്ട്ര കപ്പൽ ഗതാഗതം സംബന്ധിച്ചുകൊണ്ട് ഇറാനും അമേരിക്കയും തമ്മിലുള്ള തർക്കം രൂക്ഷമായി തുടരുന്നതിനിടയിലാണ് പുതിയ നീക്കം. അമേരിക്ക ഏർപ്പെടുത്തുന്ന സാമ്പത്തിക ഉപരോധങ്ങളെ ഇറാൻ സാമ്പത്തിക സമ്മർദ്ദമായി മാത്രം കാണുന്നില്ല എന്നും യുദ്ധത്തിന്റെ ഭാഗമായാണ് പരിഗണിക്കുന്നതെന്നുമുള്ള കടുത്ത നിലപാടാണ് ടെഹ്റാൻ സ്വീകരിച്ചിരിക്കുന്നത്. ഇതിനിടയിലാണ് ഹോർമൂസ് വഴി സഞ്ചരിക്കുന്ന കപ്പലുകൾക്ക് നേരെ തന്നെ ഇറാൻ കൂടുതൽ നിയന്ത്രണങ്ങൾ കൊണ്ടുവരുന്നത്. പട്ടികയിൽ ഉൾപ്പെടെ തന്നെ കപ്പലുകൾക്ക് ഇറാന്റെ നിലവിലെ നിലപാടനുസരിച്ചുകൊണ്ട് തന്നെ കടലിടുക്ക് കടക്കുന്നതിൽ നിയന്ത്രണങ്ങൾ നേരിടേണ്ടി വന്നേക്കാം. അതുമാത്രമല്ല, ഹോർമൂസ് തുറക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കുന്ന നിർണായക ഘട്ടത്തിൽ തന്നെയാണ് 50 കപ്പലുകളെ ലക്ഷ്യമിട്ടുള്ള ഈ നീക്കം എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ഇന്ത്യൻ പതാകയുള്ള 2 കപ്പലുകൾ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നും ഡൽഹിക്കും ആശങ്കയുണ്ട് എന്നതാണ് ഇവിടെ മറ്റൊരു കാര്യം. അതേസമയം ഇന്ത്യയിലേക്ക് ചരക്കുകൾ എത്തിക്കുന്ന മറ്റു രാജ്യങ്ങളുടെ പതാകയുള്ള ചില ടാങ്കുകളും ഇറാന്റെ പട്ടികയിൽ ഉണ്ട് എന്നതാണ് സൂചന. ഒരു പാകിസ്ഥാൻ ടാങ്കും പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നതാണ് റിപ്പോർട്ടുകൾ. അതായത് ഇറാന്റെ നിയന്ത്രണങ്ങൾ ഒരു രാജ്യത്ത് മാത്രം ലക്ഷ്യമിട്ടുള്ളതല്ല, ഹോർമൂസിലെ കപ്പൽ ഗതാഗതത്തെ തന്നെ കൂടുതൽ കർശനമായി തന്നെ നിയന്ത്രിക്കാനുള്ള നീക്കമായാണ് ഇത് വിലയിരുത്തപ്പെടുന്നത്. ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട എണ്ണ വാതക ഗതാഗത പാതകളിൽ ഒന്നാണ് ഹോർമൂസ് കടലിടുക്ക്. ഇവിടെ കപ്പൽ ഗതാഗതം തടസ്സപ്പെടുത്തുന്നത് ആഗോള എണ്ണ വിലയെയും ഊർജ്ജ വിതരണ ശൃംഖലയെയും നേരിട്ട് ബാധിക്കാം. പ്രത്യേകിച്ച് ഇന്ത്യ പോലുള്ള രാജ്യങ്ങൾക്ക് ഗൾഫ് മേഖലയിൽ നിന്നുള്ള ഊർജ്ജ ഇറക്കുമതിയിൽ ഹോർമൂസിന് വലിയ പ്രാധാന്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ കപ്പലുകൾ പട്ടികയിൽ ഉൾപ്പെട്ടത് വെറും നാവിക ഗതാഗത വിഷയമല്ല, ഇന്ത്യയുടെ ഊർജ്ജ സുരക്ഷയുമായി ബന്ധപ്പെട്ടും ശ്രദ്ധേയമായ സംഭവമാണ്. ഒരു വശത്ത് ഹോർമൂസ് തുറക്കുന്നതിനായി തന്നെ നയതന്ത്ര ചർച്ചകൾ നടക്കുന്നു. എന്നാൽ മറുവശത്ത് കടലിടുക്കിലൂടെ തന്നെ സഞ്ചരിക്കുന്ന കപ്പലുകൾക്കെതിരെ ഇറാൻ നിയന്ത്രണങ്ങളും ശക്തമാക്കുകയാണ്. സാമ്പത്തിക യുദ്ധവും യഥാർത്ഥ യുദ്ധവും അതേസമയം ഇതോടൊപ്പം തന്നെ തങ്ങൾക്കെതിരെ അമേരിക്ക പ്രഖ്യാപിച്ച സാമ്പത്തിക യുദ്ധവും യഥാർത്ഥ യുദ്ധവുമായി കണക്കാക്കുമ്പോൾ ഇത് നേരിടുമെന്ന ശക്തമായൊരു നിലപാട് തന്നെ ഇറാൻ സ്വീകരിക്കുന്നുണ്ട്. സാമ്പത്തിക ഉപരോധവുമായി സഹകരിക്കുന്ന രാജ്യങ്ങൾക്കെതിരെയും ദേശീയ താല്പര്യം മുൻനിർത്തിക്കൊണ്ട് നിലപാടെടുക്കുമെന്ന് ഇറാൻ ആക്ടിംഗ് പ്രതിരോധ മന്ത്രി ഇത് വ്യക്തമാക്കുന്നുണ്ട്. അതിനിടെ തന്നെ മറ്റൊരിക്കലും നടത്തുന്ന ആക്രമണങ്ങളുടെ പേരിൽ മേഖലയിലെ രാജ്യങ്ങളെ സംഘർഷത്തിലേക്ക് വലിച്ചിഴക്കരുത് എന്നതാണ് ഇവിടെ പ്രതികരിച്ചിരിക്കുന്നത്. ഹോർമൂസ് തുറക്കുന്നതിന് പകരമായി തന്നെ ഇറാന് മേലുള്ള ഉപരോധങ്ങൾ നീക്കുന്ന ആ ഒരു സമാധാന ഫോർമുല അമേരിക്ക ഇറാന് മുന്നിൽ വെച്ചതായി തന്നെ അൽ അറേബ്യ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മാത്രമല്ല, ഹൂതികൾ, ഹിസ്ബുള്ള എന്നിവർക്കെതിരെയുള്ള നടപടി ഉൾപ്പെടെ തന്നെ നിർത്തിവെക്കാമെന്നും നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇറാന്റെ എല്ലാ വരുമാന മാർഗങ്ങളും അടയ്ക്കുന്ന തരത്തിലാണ് അമേരിക്കയുടെ സാമ്പത്തിക നടപടികൾ വരാനിരിക്കുന്നത് എന്നതാണ് ഇവിടെ വ്യക്തമാക്കിയിരിക്കുന്നതും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.